മലയാള സിനിമയിൽ വില്ലൻ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് സ്ഥാനമുറപ്പിച്ച നായകനാണ് ബാബുരാജ്. മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 7 വർഷത്തോളം ഒരു അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ശേഷമാണ് ബാബുരാജ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അഭിനേതാവ് എന്നതിലുപരി ഒരു വക്കീൽ കൂടിയാണ് അദ്ദേഹം. ജേക്കബ് ഒലീക്കലിന്റെയും കർമ്മലി തോട്ടുങ്കലിന്റെയും മകനായിട്ടാണ് ബാബുരാജ് ജനിക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചതും. 1993 റിലീസ് ചെയ്ത ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ബാബുരാജിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം സംഭവിച്ചത്. ഹൽച്ചൽ എന്ന ഹിന്ദി ചിത്രത്തിലും ബാബുരാജ് വില്ലനായി വേഷമിട്ടിട്ടുണ്ട്. 4 മലയാള ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും നടൻ നിർമ്മിച്ചു കഴിഞ്ഞു. ബ്ലാക്ക് ഡാലിയ എന്ന ചിത്രത്തിലൂടെ 2009 ഒരു സംവിധായകൻ എന്ന നിലയിലും ബാബുരാജ് അരങ്ങേറ്റം കുറിച്ചിരുന്നു. നടൻ ബാബുരാജിന്റെ ഭാര്യയായ വാണി വിശ്വനാഥായിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഒരു തവണ വിവാഹമോചിതനായ ആളാണ് ബാബുരാജ്. 2 തവണ ഇദ്ദേഹം വിവാഹം ചെയ്തിരുന്നു. ആദ്യ ഭാര്യയിൽ ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണുള്ളത്. അഭയ്, അക്ഷയ് എന്നിവരാണ് ഈ 2 മക്കൾ. രണ്ടാമത് അദ്ദേഹം വാണി വിശ്വനാഥിനെ വിവാഹം ചെയ്യുകയായിരുന്നു. തൃശൂർ ജില്ലയിൽ ജനിച്ച വാണി ജ്യോത്സ്യനായ വിശ്വനാഥിന്റെയും വീട്ടമ്മയായി ഗിരിജയുടെയും മകളായിട്ടാണ് ജനിച്ചത്. റാഫേൽ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച വാണി പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. വിവാഹശേഷം ചില സിനിമകളിൽ അതിഥി വേഷങ്ങളിലും വാണി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലും വാണി വിശ്വനാഥിന്റെ സാന്നിധ്യം നമ്മൾ എല്ലാ പേരും കണ്ടതായിരുന്നു. സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി പിന്നീട് ബ്ലാക്ക് ഡാലിയ എന്ന സിനിമയിലൂടെയായിരുന്നു ഒരു തിരിച്ചുവരവ് നടത്തിയതും. പിന്നീട് TV സീരിയലുകളിലൂടെയാണ് താരം തിരക്കിലായത്. ഇവരുടെ പ്രണയകഥ ഒരു കാലത്ത് ഏറെ വൈറലായി മാറിയ ഒന്ന് തന്നെയായിരുന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വച്ചായിരുന്നു ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത്. ഒരിക്കൽ വാണി വിശ്വനാഥ് ഒരു പാട്ടുപാടി. പിന്നീട് ബാബുരാജിനോട് അതിന്റെ ബാക്കി പാടാൻ ആവശ്യപ്പെടുകയായിരുന്നു. പാട്ടിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്ത ഒരു റഫ് ആൻഡ് ടഫ് ആളാണ് ബാബുരാജ് എന്നായിരുന്നു വാണി വിശ്വനാഥ് കരുതിയിരുന്നത്. എന്നാൽ അന്നത്തോടെ എല്ലാ ധാരണകളും തെറ്റുകയായിരുന്നു. പാട്ടിന്റെ ബാക്കി എല്ലാവരെയും വളരെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പാടുകയായിരുന്നു. വാണി മാത്രമല്ല, ആ സെറ്റിലെ എല്ലാ പേരും ബാബുരാജ് പാടുന്നത് കണ്ട് ഞെട്ടിയിരുന്നു. അതിനുശേഷമാണ് ആ പ്രണയകഥ ആരംഭിക്കുന്നതും. പിന്നീട് എപ്പോഴും ഇരുവരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. മണിക്കൂറുകളോളം ഇവർ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഇരുവരും വളരെ അടുത്തു. നല്ല സുഹൃത്തുക്കളായി മാറി. ഒരുപാട് അടുത്തപ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ബാബുരാജ് എന്ന് വാണി വിശ്വനാഥിന് മനസ്സിലായി. ഇന്നുവരെയും അതൊന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ലെന്നും ഇരുവരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 23 മണിക്കൂറും ഇരുവരും തല്ലുകൂടുമെന്നും അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരവരുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ടെന്നും രണ്ടുപേരും പറയുന്നുണ്ട്. 2 കുട്ടികളാണ് വാണി വിശ്വനാഥ് ബാബുരാജ് ദമ്പതികൾക്കുള്ളത്. ആർച്ച ജേക്കബ്, അദ്ര ജേക്കബ് എന്നിവരാണ് ഇവരുടെ മക്കൾ. 15-ാം വയസ്സിലാണ് വാണി വിശ്വനാഥ് നായികയായി ആദ്യം അഭിനയിക്കുന്നത്. അന്നത്തെ സൂപ്പർ താരവും മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിന്റെ നായികയായിട്ടായിരുന്നു വാണി വിശ്വനാഥിന്റെ അരങ്ങേറ്റം. 46 കഴിഞ്ഞ വാണി തെലുങ്കിൽ ഇപ്പോഴും നല്ല താരമൂല്യമുള്ള ഒരു നായിക തന്നെയാണ്. മിനി സ്ക്രീനിലും താരം മിന്നുന്ന ഒരു താരം തന്നെയാണ്. ജയജാനകി നായിക എന്ന സിനിമയിൽ വെറും 4 സീനുകളിൽ അഭിനയിച്ചതിന് വാണിക്ക് കിട്ടിയ പ്രതിഫലം 40 ലക്ഷം രൂപയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പറയുന്നത്. മലയാളത്തിലും അന്യഭാഷകളിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന, അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു വാണി വിശ്വനാഥ് ബാബുരാജുമായി വിവാഹം നടക്കുന്നത്. അതോടെ സിനിമയിൽ നിന്നും താരം ഇടവേള എടുക്കുകയായിരുന്നു. 4 മക്കളുമൊത്ത് ഇപ്പോൾ ഒരു സന്തുഷ്ട കുടുംബം ജീവിക്കുകയാണ് ഈ അച്ഛനും അമ്മയും. ഇത്രയും വർഷങ്ങളായിട്ടും ഇവർക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഒന്നും തന്നെയില്ല. ആദ്യ ബന്ധത്തിൽ ബാബുരാജിന് 2 മക്കളാണുള്ളത്. ആദ്യ മകൻ അഭയ് മൂന്നാറിലെ റിസോർട്ട് നോക്കി നടത്തുകയാണ്. രണ്ടാമത്തെ മകൻ അക്ഷയ് ലണ്ടനിൽ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കുകയാണ്. വാണി വിശ്വനാഥിനും ബാബുരാജിനും മറ്റു 2 മക്കൾ കൂടിയുണ്ട്. അതാണ് മൂന്നാമത്തെ മകൾ ആർച്ച. ആർച്ച +2 വിദ്യാർത്ഥിനിയാണ്. 4ാമതൊരു മകനുള്ളത്. മകന്റെ പേര് അദ്ര എന്നാണ്. 7ാം ക്ലാസ്സിലാണ് മകൻ പഠിക്കുന്നത്. 2 മതവിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആദ്യകാലങ്ങളിൽ തന്നെ ആരാധകർ ചർച്ച നടത്തിയിരുന്നു. ക്രിസ്ത്യാനിയായ ബാബുരാജും ഹിന്ദുവായ വാണിയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നായിരുന്നു ആരാധകർ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ ആദ്യ വിവാഹമോ അത്
എന്നാൽ ആദ്യ വിവാഹമോ അതിൻ്റെ വേർപെടുത്തലുകളോ കുട്ടികളോ മതമോ ഒന്നും ഇവർക്കിടയിൽ ഒരു പ്രശ്നമായിരുന്നില്ല. സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം തന്നെയാണ് ഇവർ ഇപ്പോഴും നയിക്കുന്നത്. മക്കളെ കണ്ടാൽ സിനിമാ നായകന്മാരെ പോലെയുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഇടയ്ക്ക് ചില ചർച്ചകളിലും ബാബുരാജിൻ്റെ മകൻ്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. മകൻ്റെയോ മകളുടെയോ ഒന്നും ചിത്രങ്ങൾ ആരും തന്നെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എങ്കിലും സോഷ്യൽ മീഡിയ പലപ്പോഴും ഇവരുടെ ചിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം.